സംഭവിച്ചത്. ഇറ്റലിയിലെ കൊർനോൾഡായിൽ ലൂയിജി അസൂത ദമ്പതികളിലെ ഏക മക്കളിൽ മൂന്നാമതായി വിശുദ്ധ മറിയക്കാർക്ക് ജനിച്ചു. മറിയയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ കുടുംബം വളരെ ദരിദ്രത്തിലാവുകയും സ്വന്തം കൃഷിയിടം ഉപേക്ഷിച്ച് മറ്റ് കർഷകർക്ക് വേണ്ടി അവർ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു. പിന്നീട് ഇറ്റലിയിലെ പല പ്രാന്തപ്രദേശങ്ങളിലും മാറി മാറി താമസിച്ചു. ഒടുവിൽ നെത്തോണയിലെത്തിയ മറിയയുടെ കുടുംബം ജോവാനിയുടെ മകൻ അലക്സാൻഡ്രയുടെ കൂടിയാണ് കഴിഞ്ഞത്. അധികം വൈകാതെ മറിയയുടെ പിതാവ് മലേറിയ പിടിപെട്ട് മരണമടഞ്ഞു. അന്ന് അവൾക്ക് 9 വയസ്സായിരുന്നു പ്രായം. അമ്മയും അമ്മയുടെ സഹോദരങ്ങളും വയലിൽ ജോലി ചെയ്യുമ്പോൾ അവൾ പാചകം ചെയ്യുകയും തുന്നുകയും വീട് വൃത്തിയായി സൂക്ഷിക്കുകയും അതോടൊപ്പം തന്റെ കുഞ്ഞനുജതിയായ തെരേസയെ നോക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മറിയ തന്റെ വീടിന് പുറത്ത് പടിയിൽ നിന്ന് അലക്സാൻഡ്രയോട് ഷർട്ട് തുന്നുകയും ഉറങ്ങിക്കിടക്കുന്ന തെരേസയെ വീക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതേ സമയം അലക്സാൻഡ്രോ കളപ്പുരയിൽ പയർമെത്തിക്കുകയായിരുന്നു. വീട്ടിൽ മരിയ തനിച്ചാണെന്നറിയാമായിരുന്ന അലക്സാൻഡ്രോ വീട്ടിൽ തിരികെ എത്തി. താൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ കുത്തിമുറിപ്പെടുത്തുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. അവളെ ബലാത്സംഗം ചെയ്യുക എന്നതായിരുന്നു അവന്റെ ഉദ്ദേശം. എന്നാൽ അവൾ അതിന് കീഴടങ്ങിയില്ല. താൻ ചെയ്യുന്നത് മാരക പാപമാണെന്നും നരകത്തിൽ പോകുമെന്നും അവൾ അവന് മുന്നറിയിപ്പ് നൽകി. അലക്സാൻഡ്രോ ആദ്യം അവളെ ശ്വാസം മുട്ടിച്ചു. അവന് കീഴടങ്ങുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണെന്ന് അവൾ ശാഠ്യം പിടിച്ചപ്പോൾ 14 തവണ അവളെ കുത്തിമുറിപ്പെടുത്തി. അവൾ വാതിൽക്കിലെത്താൻ ശ്രമിച്ചു. എന്നാൽ ഓടിപ്പോകുന്നതിന് മുമ്പ് 3 തവണ കൂടി അവളെ കുത്തിമുറിപ്പെടുത്തി. ബഹളം കേട്ട് ഉറക്കമുണർന്ന തെരേസ കരയാൻ തുടങ്ങി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എന്താണെന്ന് തിരക്കാനെത്തിയ മാതാപിതാക്കൾ രക്തം വാർന്ന് നിലത്ത് കിടക്കുന്ന മരിയയെ കണ്ടു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിലെത്തിയ മരിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. എന്നാൽ ഡോക്ടർമാർക്ക് സഹായിക്കാനാവുന്നതിനപ്പുറം അവളുടെ ആന്തരിക അവയവങ്ങൾ മുറിപ്പെട്ടിരുന്നു. അടുത്ത ദിവസം തെരേസ അലക്സാൻഡ്രോട് ക്ഷമിച്ചു എന്നറിയിക്കുകയും അവൾ തന്നോട് കൂടെ സ്വർഗത്തിലുണ്ടാവാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രസ്താവിക്കുകയും ചെയ്ത് അവൾ മരണമടഞ്ഞു. വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ധീരമൃത്യു വരിച്ച 11 വയസ്സുകാരി പോലെ നമുക്ക് പരിശ്രമിക്കാം.